അല്ല, ഒരു നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പടത്തിനുള്ളത്. അത്യാവശ്യം ആളുകളും കയറുന്നുണ്ട്. ഒരു വെറൈറ്റി സിനിമയായിട്ട് തന്നെയാണ് ആൾക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. മമ്മൂക്ക സിനിമകൾ എങ്ങനെയാണ് നമ്മുടെ തിയേറ്ററിലുള്ള ഒരു വരവേൽപ്പ് എങ്ങനെയാണ്? ഇല്ല, നല്ല ആളുകളുണ്ടായിരുന്നു. നല്ല, പിന്നെ എല്ലായിടത്തും നമ്മൾ ഒരു തിയേറ്ററിൽ മാത്രമല്ലല്ലോ ഈ ഷോ നടക്കുന്നത്. ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ 2-3 സ്ഥലത്ത് നടക്കുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ക്രൗഡ് നമുക്ക് എന്തായാലും കിട്ടില്ല. എന്നാലും നമ്മുടെ തിയേറ്ററിനെ സംബന്ധിച്ച് നല്ല ആളുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഫാമിലീസും വരുന്നുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട് പടത്തിന്. അത്ര വലിയ ഹൈപ്പ് അല്ലെങ്കിലും ഒരു മീഡിയം ലെവലിൽ നല്ല ആൾക്കാർ വരുന്നുണ്ട്. തിയേറ്ററുകാരുള്ള ദൈവമാണ് മമ്മൂക്ക. കാരണം മമ്മൂക്കയുടെ പടങ്ങൾ കുറെ അടുപ്പിച്ച് ഈ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുകയാണ് മറ്റു നടന്മാരെക്കാളും. അപ്പോൾ അത് ശരിക്കും ഇവിടെ അത് ആളുകളുണ്ട് ഇവിടെ. പിന്നെ ഇപ്പം നമ്മൾ തിയേറ്ററുകാരുടെ ദൈവം മമ്മൂട്ടി അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എല്ലാവരും നമുക്ക് ദൈവങ്ങളാണ്. നല്ല പടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പടത്തിനും ആളുണ്ടാവും. നമ്മളൊരവസരത്തിലൊക്കെ നമ്മൾ തിയേറ്ററൊക്കെ പോയി ഇനി കയറില്ല എന്നുള്ളൊരു ആ കോവിഡ് സമയത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ലെവലൊന്നല്ല. നല്ല പടങ്ങൾ വന്നാൽ എല്ലാ പടത്തിനും ആളുണ്ട്. പിന്നെ നമ്മൾ ഒരു 2000 അല്ലെങ്കിൽ 2010 റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നൊക്കെ തൃശ്ശൂർ ഒരു തിയേറ്ററിൽ സിനിമ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പോകണമെങ്കിൽ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ എറണാകുളം പോകണം. ഇപ്പം അങ്ങനൊരു അവസ്ഥയല്ല. ഇപ്പോൾ ടൗണിൽ 3 തിയേറ്റർ ഉണ്ടെങ്കിൽ 3 തിയേറ്ററിലും സിനിമ ഉണ്ടാവും. അപ്പോൾ അതിന് പിന്നെ ഓരോ ഭാഗങ്ങളിലും തിയേറ്ററുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഓരോ ഭാഗത്തുള്ള ആളുകളും ഓരോ സൈഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു 50 ദിവസം 100 ദിവസം എന്നുള്ള ഒരു റേഞ്ച് ഇപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുണ്ടാവും. നല്ല പടമാണെങ്കിൽ ആളിപ്പോഴും ഉണ്ട്. സിനിമ അതെ, പടങ്ങൾ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആഴ്ചയിൽ തന്നെ എത്ര പടങ്ങൾ ഇറങ്ങുന്നത്. അതിനുള്ള തിയേറ്ററുകൾ ഇപ്പോൾ നമ്മുടെ ടൗണിനെ സംബന്ധിച്ച് തിയേറ്ററുകൾ കുറവാണ് ഇപ്പോൾ. അപ്പോൾ ചില പടങ്ങൾ നമുക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥ പോലും ചില സമയങ്ങളിലുണ്ട്.